നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആരെയാണ് കണ്ടത്? അൽഫോൻസാമയാണ് കണ്ടത്. ആദ്യമായിട്ട് നമ്മള് ഒരാളോട് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നമ്മളൊരാളെ കണ്ട് പരിചയപ്പെടുമ്പോൾ എന്താ ചെയ്യാ? ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ചോദിക്കും, ഹലോ എന്നെ അറിയോ? എന്നെ അറിയോ? അൽഫോൻസാമയെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടില്ലേ? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അൽഫോൻസാമയെ കേൾക്കാത്ത ആരെങ്കിലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും അൽഫോൻസാമയെ അറിയാം. അപ്പൊ ആരെങ്കിലും നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഹലോ, എന്തുണ്ട് വിശേഷം, സുഖമാണോ, എന്നെ അറിയോ എന്ന് ചോദിക്കും അല്ലേ? അൽഫോൻസാമയോട് നിങ്ങൾ ചോദിച്ചോ? ആര് ചോദിച്ചു? എവിടെ ചോദിച്ചു? എന്നാൽ നമുക്കിപ്പോ ചോദിക്കാം. അൽഫോൻസാമയുടെ നേരെ എല്ലാവരും കൈ നീട്ടിട്ട് അൽഫോൻസാമയുടെ ഞാൻ പറയുന്നത് ചോദിക്കണം. അൽഫോൻസാമേ, സുഖമാണോ? ഞങ്ങളെ അറിയോ? അൽഫോൻസാമ എന്ന് പറഞ്ഞു? അറിയാമെന്ന് പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. അച്ഛൻ ചോദിച്ചില്ലല്ലോ. ഞാൻ കേട്ടത് നിങ്ങൾ എല്ലാവരും അറിയുന്ന. കാരണം എന്താണെന്നറിയാമോ? എല്ലാവരും കൈതട്ടിയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയും ഈ വിശുദ്ധ അൽഫോൻസാമയെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് ആ വ്യക്തി നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുള്ളൂ. വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ പ്രായവും നമ്മൾ വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇതാണ് അൽഫോൻസാമയും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം. വിശുദ്ധിയെ കുറിച്ചുള്ള വലിയ ചിന്ത വിശുദ്ധ അൽഫോൻസാമയുടെ തലയിലേക്ക് എന്ന് കടന്നു വന്നു, എപ്പോൾ കടന്നു വന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്താ വിഷയമാണ്. പ്രിയമുള്ളവരെ, അൽഫോൻസാമയെ കുറിച്ചുള്ള ചില വളരെ ചെറിയ ഇൻഫർമേഷൻസ് ബഹുമാനപ്പെട്ട ചെറിയച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്ററും നിങ്ങൾക്ക് തരികയുണ്ടായി. വിശുദ്ധിയിലും ജീവിത മാതൃകയിലും മാധ്യസ്ഥത്തിലും കേരള സഭയുടെ അഭിമാനമാണ് വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് വളരെ ചെറിയ ഇൻഫർമേഷൻസ് നമുക്കറിയാം. എവിടെയാണ് ജനിച്ചത്? കുടമാളൂരിൽ ജനിച്ചു. പിന്നെ ഏത് കുടുംബത്തിലാണ്? കൂട്ടത്തിലുള്ള കുടുംബം. മാതാപിതാക്കളുടെ പേരെന്താണ്? മറിയ ജോസഫ്. പിന്നെ വളർത്തമ്മയുടെ പേരെന്താണ്? യെസ്. പ്രിയമുള്ളവരെ, നമ്മുടെ അൽഫോൻസാമയെ കുറിച്ച് വളരെ ചെറിയ ഇൻഫോർമേഷൻസ് കൊണ്ട് മാത്രം നമുക്ക് അൽഫോൻസാമയെ കുറിച്ച് അറിയാനോ സ്നേഹിക്കാനോ പറ്റിയില്ല. എന്തുകൊണ്ടാണ് അൽഫോൻസാമയെ ഭാരത സഭ അല്ലെങ്കിൽ ആഗോള സഭ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് അൽഫോൻസാമയുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും വിശുദ്ധിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വിശുദ്ധനാകണം അല്ലെങ്കിൽ വിശുദ്ധയാകണം എന്ന് ചിന്തിച്ചിട്ടുള്ളവര് ഒന്ന് കൈകൊണ്ടിരിക്കണം. ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധനാകാനുള്ളവരും വിശുദ്ധയാകാനുള്ളവരും ഒരിക്കലും നോക്കരുത് കേട്ടോ. ഈ അൽഫോൻസാമയുടെ ഒരു വലിയ പ്രത്യേകത, വളരെ ചെറുപ്പത്തിൽ തന്നെ വിചാരിച്ചു എനിക്ക് ഒരു നല്ല വിശുദ്ധ